ിലേക്ക് പോവുകയാണ്. ഇന്ന് ചില വികസന പദ്ധതികൾ ഓൺലൈനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഹൈഡ്രജൻ ഇന്ധനത്തിലോടുന്ന ഇന്ത്യയിലെ ആദ്യ ഫെറി. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ വാർത്തയിലേക്ക്. ഹൈഡ്രജൻ ഇന്ധനത്തിലോടുന്ന രാജ്യത്തെ ആദ്യത്തെ കാറ്റമറൻ ഫെറി കൊച്ചിയിൽ പ്രധാനമന്ത്രി ഓൺലൈനായി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. തൂത്തുക്കുടിയിൽ നിന്നും ആയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്ത്യയുടെ ഭാവി ഇന്ധന സാങ്കേതികവിദ്യയിൽ നിർണായക ചുവടുവയ്പ്പെന്നാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫെറിയാണിത്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇത് നിർമ്മിച്ചത്. ഹൈഡ്രജൻ ഇന്ധനം മാത്രം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഫെറി വികസിപ്പിച്ചിട്ടുള്ളത്. 2070ഓടെ ഇന്ത്യയിലെ ഹരിതഗൃഹവാതകങ്ങൾ മൂലമുള്ള മലിനീകരണം ഇല്ലാതാക്കാനുള്ള കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായാണ് ഫെറിയുടെ നിർമ്മാണം. മാരിടൈം ഇന്ധനമായി ഹൈഡ്രജനെ സ്വീകരിക്കാനുള്ള പരിശ്രമങ്ങളുടെ കൂടി ഭാഗമാണ് ഇത്. ശബ്ദമില്ലാതെ ഓടുന്ന ഈ ഫെറി മലിനവാതകങ്ങളൊന്നും പുറന്തള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ മലിനീകരണത്തിന്റെ തോത് വളരെ കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഊർജ്ജ ഉപയോഗവും കാര്യക്ഷമമാണ്. ഫലത്തിൽ ആഗോള താപനത്തിന് ആഘാതം കുറയ്ക്കുന്നതിനും ഈ പ്രവർത്തന രീതി സഹായിക്കുമെന്നാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പ്രതീക്ഷ. ഏറ്റവും വേഗത്തിൽ സമുദ്ര ഗതാഗത രംഗത്ത് ഹൈഡ്രജൻ ഫ്യൂൽ സെൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലൂടെ ഈ പദ്ധതി ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഒരു മത്സരാധിഷ്ഠിത മുൻതൂക്കം നൽകുമെന്നാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പ്രതീക്ഷ. വരും കാലങ്ങളിൽ മലിനീകരണ തോത് പൂർണ്ണമായും കുറയ്ക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായി കൂടി 2070 ഇന്ത്യ ലക്ഷ്യമിടുന്ന നെറ്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ കൊച്ചിയിൽ കാറ്റമറൻ ഫെറി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ ഡെവലപ്മെന്റ്സും നിർമ്മാണവും ഇപ്പോൾ അതിന് മുൻതൂക്കം നൽകിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്.